ആധുനിക യന്ത്രങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് ഭാരതത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ പറക്കുന്ന രഥങ്ങളുടെ കഥകൾ ഉണ്ടായിരുന്നു. വിമാനങ്ങൾ. രാമായണം രാവണന്റെ പുഷ്പകവിമാനത്തെക്കുറിച്ച് പറയുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് മൈലുകൾ പറക്കുന്ന രഥം. മഹാഭാരതം പറയുന്ന യുദ്ധങ്ങളുടെ കഥകളിൽ തീയും ഇടിയും മഴ പോലെ പൊഴിയുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. അത് വെറും മിത്തുകൾ മാത്രമാണോ? ചില വിവരണങ്ങൾ വളരെ കൃത്യമാണ്. വാഹനങ്ങൾ കുത്തനെ മേലോട്ടുയരുന്നു, പറക്കാതെ ആകാശത്ത് നിശ്ചലമാകുന്നു, വായുവിനേക്കാൾ വേഗത്തിൽ പറക്കുന്നു. ചില ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചും സങ്കീർണമായ നിയന്ത്രണങ്ങളെക്കുറിച്ചും നമുക്ക് ഇതുവരെ അറിയാത്ത ചില ലോഹങ്ങളെക്കുറിച്ചും പറയുന്നു. കൊത്തിവെക്കപ്പെട്ട ചില ഫലകങ്ങളിൽ പറക്കും തളികകൾ പോലുള്ള വസ്തുക്കളും ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവന്മാരെയും കാണാം. ഇത് പഴയകാല സാങ്കേതിക വിദ്യകളുടെ ഓർമ്മകളായിരിക്കുമോ? ഇവയെ ദൈവിക ശക്തിയായി നാം തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ? വൈമാനിക ശാസ്ത്രം വിമാനങ്ങളുടെ രൂപരേഖ നൽകുന്നു. ആധുനികമാണെന്ന് തോന്നുന്ന രീതിയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റവും അലോയികളും ചിത്രീകരിച്ചിരിക്കുന്നു. ആ ദേവന്മാരല്ലായിരുന്നെങ്കിലോ മറ്റേതോ ഗ്രഹങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരായിരുന്നെങ്കിൽ? അവരുടെ യന്ത്രങ്ങൾ നമ്മുടെ പുരാണങ്ങളായി മാറിയതാണോ? ഒരിക്കൽ തങ്ങളുടെ ഗ്രഹത്തിലേക്ക് തിരിച്ചുപോയ ആ ദേവന്മാർ ആകാശരഥങ്ങളിൽ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കാം.